മന്ത്രി എ കെ ശശീന്ദ്രനെയും തോമസ് കെ തോമസ് എംഎൽഎയും അയോഗ്യനാക്കാൻ സ്പീക്കർക്ക് കത്ത് നൽകുമെന്ന് എൻസിപി അജിത് പവാർ വിഭാഗം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ. ഇരുവരും എൻസിപി ചിഹ്നമായ ക്ലോക്കിലാണ് മത്സരിച്ചത്. എൻസിപി അജിത് പവാർ പക്ഷത്തിനൊപ്പമാണ് ഇരുവരും നിൽക്കേണ്ടത്. നടപടിയില്ലെങ്കിൽ നിയമ നടപടി പരിശോധിക്കുമെന്നും പ്രഫുൽ പട്ടേൽ പറഞ്ഞു. Our two MLAs, A K Shashindran and Thomas K Thomas, they are NCP MLAs. They have chosen to remain in the LDF and they have not come along with the parent party, the NCP, and therefore they have been elected on the clock symbol of the NCP. They continue to remain as MLAs of the NCP. However, since their actions have been different, we are now going to initiate disciplinary action against both these MLAs, and our party will initiate disqualification proceedings against both these MLAs, and we will move the application to the Speaker of the Kerala Vidhan Sabha to take immediate action for disqualification of both these MLAs. പ്രഫുൽ പട്ടേലും സംഘവും ഓലപ്പാമ്പ് കാട്ടി ഭീഷണിപ്പെടുത്തേണ്ടെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ. തങ്ങളെ അയോഗ്യരാക്കാൻ നോട്ടീസ് നൽകാൻ ഉള്ള അധികാരം പോലും പ്രഫുൽ പട്ടേലില്ല. എൻസിപി തർക്കത്തിൽ കോടതി വിധി മഹാരാഷ്ട്രയിൽ മാത്രമാണ് ബാധകമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പൊതുപ്രസ്താവന നടത്തിയതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ നോട്ടീസ് കൊടുക്കാനും സാധിക്കുകയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ നേതാവാണ്. അജിത് പവാറാണ് യഥാർത്ഥ NCP എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന ന്യായത്തിന്റെ മേലെയാണ് ഇപ്പോൾ പ്രഫുൽ പട്ടേൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാനിട. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ അത് മഹാരാഷ്ട്രയിൽ മാത്രം ബാധകമായ ഒരു കാര്യമാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ NCP പ്രവർത്തകന്മാരെക്കുറിച്ച് ഒരവകാശവാദവും ഉന്നയിക്കാൻ അജിത് പവാറിനോ പ്രഫുൽ പട്ടേലിനോ ഇല്ല. ബാക്കി കാര്യങ്ങൾ നിയമപ്രശ്നങ്ങളാണ്. അത്തരം പ്രശ്നങ്ങളെ നിയമപരമായി നേരിടേണ്ടതുണ്ടെങ്കിൽ നിയമപരമായി നേരിടാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൊല്ലം കുണ്ടറ ആറുമുറിക്കടയിൽ റെയിൽവേ ട്രാക്കിൽ അട്ടിമറി ശ്രമം. പാലരുവി എക്സ്പ്രസ് കടന്നുപോകും മുൻപ് 2 തവണ ട്രാക്കിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചു. ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ശ്രമം നടന്നതായാണ് സംശയം. സംഭവ സമയത്ത് ഇവിടെ 2 യുവാക്കളെത്തുന്ന ദൃശ്യം പോലീസിന് കിട്ടി.